ഇതൊക്കെ അമ്മ ഒരുപാട് തവണ പറഞ്ഞതല്ലേ. എടാ, ഭാവിയിൽ ഒരു കശവശം ഉണ്ടാവാതിരിക്കാനാ ഞാൻ ഈ പറയുന്നത്. പ്രിയങ്ക മോളുടെ അസുഖം നല്ലൊരു ഡോക്ടറെ കാണിച്ച ഭേദമാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അസുഖം മാറിയ പ്രിയങ്ക മോളോട് നിന്റെ ഭർത്താവിനെ ഞാൻ നിന്റെ ചേച്ചിയെ കൊണ്ട് കെട്ടിച്ചു എന്ന് പറയാൻ പറ്റുമോ? എന്താ അമ്മ ഉദ്ദേശിക്കുന്നത്? കണിമംഗലത്തിന്റെ ആറ്റുവാശ്ശേരിയുടെ നന്മയെ കരുതിയാ ഞാൻ പറയുന്നത്. രാധിക വരുണിന്റെ ജീവിതത്തിൽ നിന്ന് പോണം. അല്ല, നിങ്ങൾ രണ്ടുപേരും എന്തു പറഞ്ഞാലും രാധിക അനുസരിക്കും. അപ്പൊ അത് എളുപ്പമല്ലേ? അമ്മയ്ക്ക് ഉറങ്ങാൻ സമയമായെങ്കിലേ പോയി ഉറങ്ങിക്കോളൂ. ഇതാ നിന്റെ കുഴപ്പം. എന്തെങ്കിലും കാര്യം നേരെ ചൊവ്വേ സംസാരിക്കാന്ന് വെച്ചാ അവിടെ മുടക്കും. എടാ മോനെ, നീ ഒന്ന് പക്വത കാണിച്ച, മര്യാദയ്ക്കൊന്ന് ആലോചിച്ച, ഇതല്ലാതെ വേറെ വഴിയൊന്നുമില്ല. കണിമംഗലത്ത് പരമേശ്വരനും ജയഭാരതിയും അടക്കമുള്ളവര് പോലീസ് സ്റ്റേഷനിലും കോടതിയും ഒക്കെ കയറി ഇറങ്ങേണ്ടി വരും. അപ്പൊ പിന്നെ രാധിക മോളെ ഞാൻ എന്താ ചെയ്യേണ്ടത്? പണ്ട് പറയാൻ മടിച്ചത് ഇപ്പൊ പറയണം, ഇറങ്ങിപ്പോവാൻ. ഇനി അഥവാ ഇറങ്ങിപ്പോയില്ലെങ്കിലേ അവളുടെ കാര്യം എനിക്ക് വിട്ടേക്കടാ. കൊല്ലേണ്ടി വന്ന കൊല്ലും അവളെ ഞാൻ. എന്റെ പ്രിയങ്ക മോൾക്ക് വേണ്ടി ബാക്കിയുള്ള കാലം ജയിലിൽ പോയി കിടക്കേണ്ടി വന്നാലും എനിക്ക് കുഴപ്പമില്ല. അമ്മയുടെ പ്രായം എത്രയാ? കൈയും കാലും മുട്ടും ഒക്കെ വേദനിക്കുന്നുണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് അമ്മ വിളിച്ചു പറയുന്നുണ്ടല്ലോ. ശരീരത്തിന് വേദന വരുമ്പോ ദൈവമേന്ന് വിളിച്ച് കരയാറുണ്ടല്ലോ. എന്നിട്ടും മറ്റുള്ളവരോട് ഒരു കാരുണ്യം തോന്നുന്നില്ലേ മനസ്സിൽ? അമ്മ ദയവ് ഇതൊരു കാര്യം ചെയ്യണം. ഈ കുടുംബകാരണവന്മാരുടെ ഭാഷയും പറഞ്ഞ് ഗൗരവത്തിൽ സംസാരിക്കാനുള്ള ഈ വരവ് ഇനി വേണ്ട. അമ്മ ഇപ്പൊ കാണിച്ചു കൂട്ടുന്ന ബഹളൊക്കെ ഉണ്ടല്ലോ, അതെന്നെ അങ്ങ് ചെയ്തോ. അമ്മ പ്രിയങ്കയുടെ അസുഖം മാറ്റിയാലും നല്ല രീതിയിൽ അവളെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്താലും വരുണും രാധികയും തമ്മിൽ വേർപിരിയില്ല. ഇതെന്റെ തീരുമാനാ. അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലടാ. നിങ്ങക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എന്റെ വഴി. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം. എന്റെ പ്രിയങ്ക മോളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ ഞാൻ ശ്രമിക്കും. അതിനാര് തടസ്സം നിന്നാലും ഞാൻ അവരെ കോടതി കയറ്റും.